ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാന്റെ OTT റിലീസിന് പിന്നാലെ ഒപ്പം മാർച്ച് 27-ന് ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ചിയാൻ വിക്രമിന്റെ വീരധീര ശൂരന്റെ OTT റിലീസിംഗും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എമ്പുരാന്റെ OTT റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഏപ്രിൽ 24-ന് തന്നെയാണ് വീരധീര ശൂരന്റെ OTT റിലീസിംഗും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എമ്പുരാന്റെ OTT സ്ട്രീമിംഗ് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണെങ്കിൽ വീരധീര ശൂരൻ OTT റിലീസിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. 55 കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ 22 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ഏകദേശം 67 കോടി രൂപയാണ്. ബിസിനസ് ഉൾപ്പെടെ ഏകദേശം 115 കോടിയോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ബിസിനസ്, തിയേറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള കളക്ഷൻ പരിശോധിക്കുമ്പോൾ നിർമ്മാതാക്കൾക്ക് കാര്യമായ ലാഭമൊന്നുമില്ലെങ്കിലും നഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിച്ചിട്ടുണ്ട്. മുരളി ഗോപി തിരക്കഥ എഴുതി മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയിലേക്ക് വന്നാൽ ഏകദേശം 150-160 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ 22 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 266 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 2025-ൽ തിയേറ്ററിലെത്തിയ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത്, അതായത് 800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തത് വിക്കി കൗശൽ നായകനായ ചാവ എന്ന ബോളിവുഡ് സിനിമയായിരുന്നു. ഇപ്പോൾ ചാവ എന്ന ബോളിവുഡ് സിനിമയ്ക്ക് തൊട്ടു താഴെ 2ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന മലയാള സിനിമ തന്നെയാണ്. 266 കോടി ആഗോള കളക്ഷനുമായി എമ്പുരാൻ എന്ന മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഒട്ടനവധി വിവാദങ്ങളും റെക്കോർഡുകളും നേടിയെടുത്ത ഈ മലയാള സിനിമ എത്തി നിൽക്കുന്നത്. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ 21-ാം ദിവസമായ ബുധനാഴ്ചയും 22-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയും ഈ സിനിമയുടെ കളക്ഷൻ 22 ലക്ഷം റേഞ്ചിലായിരുന്നു. 23-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 86 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഏപ്രിൽ 10-ന് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ആലപ്പുഴ ജിംഖാന തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 2 കോടി 32 ലക്ഷം രൂപയായിരുന്നു. 8 ദിവസത്തെ ആലപ്പുഴ ജിംഖാനയുടെ കേരള കളക്ഷൻ 23 കോടി 20 ലക്ഷം രൂപയുമാണ്. അതേസമയം മമ്മൂട്ടിയുടെ ബസൂക്ക 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 39 ലക്ഷം രൂപയാണ്. ടോട്ടൽ 12 കോടി 20 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 8 ദിവസത്തെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 24 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ബസൂക്ക 9-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ 25 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബേസിൽ ജോസഫിന്റെ മരണമാസ് ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 72 ലക്ഷം രൂപയാണ്. ടോട്ടൽ 8 കോടി 27 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. നിലവിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമകളിൽ ആലപ്പുഴ ജിംഖാനയ്ക്ക് തൊട്ട് താഴെ എത്തി നിൽക്കുന്നത് മരണമാസ് തന്നെയാണ്. മരണമാസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 13.5 കോടിയോളം രൂപ 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. തലാജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 22 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 3 കോടി 85 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 8 ദിവസം കൊണ്ട് 116 കോടിയോളം കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ 8-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയോടെ ലോകമെമ്പാടുമായി 200 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയുമാണ്. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമയുടെ റിലീസിംഗ് ഏപ്രിൽ 25-നാണ്. ഈ സിനിമയുടെ അഖിലേന്ത്യാ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധമായ വിവരം പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഇന്ത്യൻ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് AP ഇന്റർനാഷണൽ ഫിലിംസ് ആണ്. സൂര്യ, പൂജ ഹെഗ്ഡെ എന്നിവർ പ്രധാന താരങ്ങളായി കാർത്തിക് സുബ്ബരാജ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന റെട്രോ അഥവാ ലവ്, ലാഫ്റ്റർ ആൻഡ് വാർ എന്ന സിനിമ മെയ് 1-നാണ് തിയേറ്ററിലെത്തുന്നത്. 65 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ തമിഴ് സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് പുറത്തു വരുന്നത്. സെൻസറിംഗ് പൂർത്തിയായ ഈ സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. 2 മണിക്കൂർ 48 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. കമലഹാസൻ, മണിരത്നം, ചിലംബരശൻ, AR റഹ്മാൻ ടീമിന്റെ തഗ് ലൈഫ് ജൂൺ 5-നാണ് തിയേറ്ററിലെത്തുന്നത്. ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. AP ഇന്റർനാഷണൽ ഫിലിംസ് ആണ് ഈ സിനിമയുടെ ലോകമെമ്പാടുമായിട്ടുള്ള വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സിനിമയിലെ AR റഹ്മാൻ സംഗീതം പകർന്ന ജിങ്കുച്ച എന്ന് തുടങ്ങുന്ന ലിറിക്കൽ ഗാനം സരിഗമ യൂട്യൂബ് ചാനൽ വഴി ഔട്ടായിട്ടുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ വൻ തരംഗമായി ഈ ഗാനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.